76% നമുക്ക് ഒരു പാസ് റേറ്റ് കിട്ടി എന്നുള്ളത് എന്തൊരു സന്തോഷം അറിയാം അത് കാണുമ്പോൾ കുറേ കുട്ടികൾ അത് നമുക്ക് നേടാൻ പറ്റി എന്നുള്ളതാണ്. ഫൈനലായാലും ഇൻ്ററായാലും ഒക്കെ അതിനനുസരിച്ച് നമുക്ക് നേടാൻ പറ്റി എന്നുള്ളത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ 76% നമുക്ക് 100ലേക്ക് എത്താൻ 24% കൂടിയേ ഉള്ളൂ. അത് വളരെ ഈസിയാണ് എത്താൻ പറ്റും എന്നുള്ളത്. പിന്നെ കുട്ടികളെ കുറച്ച് നമ്മൾ കൂടുതലിട്ടു നമുക്ക് 76 എത്തിക്കാൻ പറ്റും. ഇനി അത് നമുക്ക് തീർച്ചയായിട്ടും ഈ നമ്പർ ഓഫ് നമുക്ക് 84 ബെഡ് സ്പേസേ നമുക്ക് ആകെ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. കൂടുതൽ കുട്ടികൾ എടുക്കാതെ ഈ 84 എത്തിച്ച് 84ന് 100% റിസൾട്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ പുതിയ കുട്ടികൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പാസ്സായവർ അടുത്ത ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവർ വന്നിട്ടുണ്ട്. വലിയൊരു ടീം തന്നെയാണ് ഇപ്പോഴും നമ്മളൊപ്പം സ്റ്റേ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 84 നമ്പറിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴും നമ്മൾ ആ എൻട്രൻസ് ടെസ്റ്റ് ആ പ്രോസസ്സ് ഉണ്ട്. അതുപോലെ തന്നെ കാരണം നമുക്ക് ഈ 100% എത്തിക്കണം. അപ്പോൾ ഈ 84ൽ നമ്മൾ ഒരു എൻട്രൻ ടെസ്റ്റ് നടത്തുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഒരു കൺസൾട്ടേഷൻ, ശരിക്കും ഒരു ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ എന്നല്ല അതിനെ പറയാൻ നല്ലത്, ഒരു കൺസൾട്ടേഷൻ തന്നെയാണ്. ശരിക്കും ഒരു കൺസൾട്ട് ചെയ്ത് പ്രിസ്ക്രൈബ് ചെയ്യും നമ്മൾ. ഇപ്പോൾ കുട്ടികൾ ചിലപ്പോൾ എനിക്ക് ബോത്ത് എഴുതണം, അല്ലെങ്കിൽ ഞാൻ ഈ ഗ്രൂപ്പ് എഴുതണം, ഒരു പല പ്ലാനിങ്ങിലും വരിക. പക്ഷെ നമ്മളത് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് ഗ്രൂപ്പ് എഴുതണം, ബോത്ത് എഴുതണോ അതോ ഒരു ഗ്രൂപ്പ് മാത്രം എഴുതണോ, ഏതിലാണ് ഫോക്കസ് ചെയ്യുന്നത്, ഏത് പേപ്പറാണ് അവർക്ക്. ഇതൊക്കെ നമ്മൾ കൺസൾട്ട് ചെയ്ത് അവരെ കുറേ നേരം സംസാരിച്ച് കൗൺസിൽ ചെയ്ത് മനസ്സിലാക്കി മെൻറ്റേഴ്സൊപ്പം ഇരുന്ന് എന്നിട്ട് നമ്മളെ പ്രിസ്ക്രൈബ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ സെലക്ട് ചെയ്യുന്ന കുട്ടിയെ മാത്രമേ ഇവിടെ നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ. ഓരോ കുട്ടിയും ഇവിടെ പഠിച്ച ഓരോ കുട്ടിയോട് ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ അറിഞ്ഞതാണ്, ഓരോ കുട്ടിയും ഹാപ്പിയാണ്. ഓരോ കുട്ടിയും മെയിൻ എക്സാം എൻജോയ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും ഇതിൽ നമ്മൾ മറുപടി സ്പീച്ചിൽ നമ്മൾ കേട്ടതാണ്. അവരെല്ലാം സ്ട്രെസ് റിലീസായി വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇവിടുത്തെ സെറ്റ് ഓഫ് എക്സാംസൊക്കെ കഴിയുമ്പോഴേക്കും ആ എക്സാം വാല്യുവേഷനും എല്ലാം കഴിഞ്ഞ് കുട്ടികൾക്ക് ശരിക്കും മെയിൻ എക്സാമിന് പോകുമ്പോഴേക്കും അവർ വളരെ കാം ആൻഡ് ക്വൈറ്റായിട്ട് പോയി എക്സാം എഴുതിയിട്ടുണ്ട്, എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇതൊരു പ്രിപ്പറേഷൻ ശരിക്കും എൻജോയബിൾ ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ആവശ്യമായിട്ട് കുറേ ഭാരം തലയിൽ വെച്ച് ഇതെന്തോ വലിയൊരു സംഭവമാണ് എന്ന് പറഞ്ഞിരിക്കുക. നമ്മളത് സത്യം പറഞ്ഞാൽ മൈൻഡിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഈ ടീമിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ നമ്മുടെ ഒപ്പം തന്നെ എല്ലാവർക്കും സ്റ്റേ ചെയ്യുമ്പോൾ വിജയം ഈസിയാണ്. എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്, ഇനിയും സാധിക്കും.